മൊത്തം വകുപ്പുകളുടെയും ഒരു ഭരണത്തിലെ അപാകതകളും പാകതകളും പരിഹാരങ്ങളും കണ്ടെത്തുന്നതിന് വി ഡി സതീശന് ഉപകാരപ്രദമാകുക ഈ പോസ്റ്റ് ചെയ്യുന്ന സിവിൽ സർവീസ് ഓഫീസർമാരായിരിക്കും. പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എങ്ങനെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എങ്ങനെ നിലനിൽക്കുന്നു, അതിൻ്റെയൊക്കെ രീതികൾ, ഗുഡ് എലിമെൻറ്റ്സ് എല്ലാം അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ധനവികസനത്തിനായിട്ട് ചെയ്ത മാർഗങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രശ്നങ്ങളും അല്ല പ്രശ്നം. കേരളത്തിന് ആര് ഗുണം ചെയ്യുമോ അവരുമായിട്ട് ഞാൻ സന്ധി ചേരുന്നുണ്ട്. അതാണ് രത്തൻ കേൽക്കറെ വിളിച്ച് തൻ്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇടുക്കിയിലെ ഒരു ടൂറിസം പ്രോജക്റ്റുമായി സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ ചെയ്ത പ്രവൃത്തികളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ധർമ്മടത്ത് അദ്ദേഹം രാജിവെച്ചിട്ട് കെ ശൈലജ ടീച്ചറെ ജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണം എന്നാണ് ഇപ്പോഴത്തെ സഖാക്കളുടെ മുദ്രാവാക്യം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒട്ടേറെ വ്യക്തമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകി മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയും ഉറച്ച ചുവടുവയ്പുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇതാ പുതിയ കുറെ നിയമനങ്ങൾ സംസാര വിഷയമായിരിക്കുകയാണ്. വകുപ്പുകൾ കൈയാളുന്നത് കെ സി വേണുഗോപാലിന് പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് പലരും വി ഡി സതീശനെ ആശങ്കയിൽ നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല. താനാണ് മുഖ്യമന്ത്രി, മുഖ്യനായി താൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണോ വി ഡി സതീശൻ ചെയ്യുന്നത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചില അസ്വാരസ്യങ്ങൾ വന്നിട്ടുള്ളത്. അരുൺ കെ വിജയനെ നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ GST കമ്മീഷണറായി വന്നിരിക്കുന്നത് PB നൂഹാണ്. ജില്ലാ കളക്ടർമാരിൽ പലർക്കും സ്ഥലമാറ്റവും വന്നിരിക്കുന്നു. ഈ തീരുമാനമൊക്കെ തന്നെ വളരെ ബോൾഡായി എടുത്ത് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വരുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ടോ? അതോ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ റെഡിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ, മുഖ്യൻ ഞാൻ തന്നെയാണ്, ആർക്കും എന്നെ റിമോട്ട് കൺട്രോളിലൂടെ ഭരിക്കാനോ തളയ്ക്കാനോ സാധിക്കില്ല എന്നാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കടിഞ്ഞാണെടുത്ത് സതീശൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് കറക്റ്റ്. ഓക്കെ. ഇപ്പോൾ സതീശൻ കടിഞ്ഞാൺ എടുത്തിരിക്കുകയാണ്. 20 മന്ത്രിമാരുടെയും കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത് ഞാനാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൻ്റെ പവർ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എങ്ങനെ നിലനിർത്തണമെന്നും നന്നായി അറിയാവുന്ന ആളാണ് ശ്രീ വി ഡി സതീശൻ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. അദ്ദേഹം ലോ ഭംഗിയായി പഠിക്കുകയും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് എന്താണ്, ക്യാബിനറ്റിൽ ഒരു മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ക്യാബിനറ്റ് ഇല്ല. അതെ, മുഖ്യമന്ത്രി പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മുഴുവൻ പേരെയും ഗവർണർ വിളിക്കുള്ളൂ. ഇപ്പോൾ ഒരാളുടെ പേര് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം ഗവർണർ വിജ്ഞാപനം ഇറക്കും. എക്സ് എന്ന് പറഞ്ഞ മന്ത്രി ഇന്ന വകുപ്പിൽ വേണ്ട, ഉടൻ ഉത്തരവിറക്കും. പിന്നെ ആളവിടെ ഇല്ല, ഇറങ്ങി വീട്ടിൽ പൊതിയും കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ വകുപ്പിനകത്തുള്ള ഭരണവും. അദ്ദേഹം ആണ് ഈ മന്ത്രിസഭ, അദ്ദേഹത്തിൻ്റെ ടീമാണ് ഈ മന്ത്രിമാർ. അദ്ദേഹം നിശ്ചയിക്കുന്ന പോലെ പോകണം എന്നുള്ളതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. കൂട്ടുത്തരവാദിത്വം ഉണ്ട്, പക്ഷേ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ നയം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം കൺസൾട്ട് ചെയ്യേണ്ടതല്ലേ ഈ മന്ത്രിമാരുമായിട്ട്? തീർച്ചയായിട്ടും വേണം, അത് വേണം. പക്ഷേ എല്ലാ കാര്യത്തിലും ആവശ്യമില്ല. ഇവിടെ കൺസൾട്ടേഷൻ വരുന്ന ആ വകുപ്പിലെ ഒരു കാര്യം തീരുമാനിക്കുമ്പോഴാണ് കൺസൾട്ടേഷൻ വേണ്ടത്. ഓക്കെ. ഇപ്പോൾ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ സിവിൽ സർവീസ് ഓഫീസർമാരുടെ തസ്തിക എവിടെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വകുപ്പ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. GAD, പൊതുഭരണ വകുപ്പ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് കൈയാളുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പിലെ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കും. ഓക്കെ. ഇത് മുമ്പ് പിണറായി വിജയൻ ഇത് തന്നെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹത്തിന്റെ കയ്യിൽപ്പെട്ടതാണ് GAD. അപ്പൊ അദ്ദേഹം ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് ഇന്നൊക്കെ ചെയ്യൂ, ആരൊക്കെയാണ് പറ്റിയത് അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറയും, അപ്പോയിന്റ് ചെയ്യും. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും ചെയ്യുന്നത്. അവിടെ അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത് ആരെ ഏത് വകുപ്പിൽ നിശ്ചയിക്കണം. അതുപോലെ ഇവരിൽ നിന്ന് ചില ഫീഡ്ബാക്കുകൾ ആവശ്യമുള്ളപ്പോഴൊക്കെ നരേന്ദ്രമോദി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സെക്രട്ടറിമാരിൽ നിന്നൊക്കെ ഫീഡ്ബാക്കുകൾ എടുക്കുക. അവിടെ PMO ഓഫീസിൽ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ മൊത്തം വകുപ്പുകളുടെയും ഒരു ഭരണത്തിലെ
അപാകതകളും പാകതകളും പരിഹാരങ്ങളും കണ്ടെത്തുന്നതിന് വി ഡി സതീശന് ഉപകാരപ്രദമാകുക ഈ പോസ്റ്റ് ചെയ്യുന്ന സിവിൽ സർവീസ് ഓഫീസർമാരായിരിക്കും. അവരാണ് മന്ത്രിമാർക്ക് ഉത്തരവിടാനേ പറ്റുള്ളൂ. നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർ മിടുക്കരായിരിക്കണം, ഈ ഉദ്യോഗസ്ഥർ പ്രഗത്ഭരായിരിക്കണം. അപ്പം അവിടെയാണ് രത്തൻ ഖൽക്കറെ പോസ്റ്റ് ചെയ്തതിലൊക്കെ വലിയ വിവാദങ്ങൾ വരുന്നത്. ഇപ്പൊ ചോദിക്കുന്നത് എന്തെങ്കിലും ഡീലുണ്ടോ എന്നാണ്. അതെ. പക്ഷേ അവിടെ എനിക്ക് അതിശയം തോന്നിയത് തെരഞ്ഞെടുപ്പ് ഓഫീസറായി രത്തൻ കേൽക്കറെ നിയമിച്ചത് CPM ആണല്ലോ. അതെ അതെ. അപ്പോൾ പിന്നെ അവർ ഡീൽ വെച്ചാണോ ഇത് നടത്തിയതെന്ന് തിരിച്ചു ചോദിക്കാമല്ലോ. അപ്പൊ ഇതൊക്കെ തമാശയായിട്ടാണ്, ഇതൊക്കെ ഒരു പൂക്കി അടിച്ച് നിർത്താൻ വി ഡി സതീശന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കൂടാതെ MV ഗോവിന്ദൻ അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാണ് ഒരു റിപ്പോർട്ടിൽ എനിക്ക് തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുന്നത് പേടിയായിരിക്കാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാവർക്കും ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. അത് പ്രത്യേകിച്ച് ഭാര്യ തോറ്റതോടുകൂടി ഗോവിന്ദ മാഷക്ക് തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടി എണീക്കും. അതാണ് ഇപ്പോൾ ഇതിന്റെ പ്രശ്നം. ഓക്കെ. അപ്പോൾ ഖൽക്കറുമായിട്ടൊക്കെ ഡീൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിക്കേണ്ടതായിരുന്നു. അതെ. അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള ഈ നിയമനങ്ങൾ ഒക്കെ ഒരു സംസാരം ഇപ്പം PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇത് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അതിൽ ഡിസ്പ്ലഷർ ഉണ്ടെന്നുള്ളതാണ്. ഡിസ്പ്ലഷർ ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം, മുഖ്യമന്ത്രി എനിക്കും കൂടെ ഇഷ്ടപ്പെട്ട ആളെ പോസ്റ്റ് ചെയ്തെന്ന് പറയുകയാണ് വേണ്ടത്. പക്ഷെ അതല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, ഇത് ഞങ്ങളുടെ അകത്തെ കാര്യം അകത്ത് ഞങ്ങൾ തീർത്തോളാം. തീർക്കാനുണ്ട് അവിടെ. ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ബോൾഡായ തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു, അതിന് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം നമുക്കറിയാം ഈ മന്ത്രിസഭയിൽ കൂടുതലും കോൺഗ്രസിൻ്റെ അംഗങ്ങൾ VD സതീശന് ഒപ്പം നിൽക്കുന്ന മന്ത്രിമാർ KC വേണുഗോപാലിൻ്റെ ആൾക്കാരാണ് എന്നാണ് പറയുന്നത്, ആ ഗ്രൂപ്പിലുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ KC പക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പിടിച്ചു നിൽക്കുന്നത് ലീഗിൻ്റെയൊക്കെ തന്നെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ ഈ മന്ത്രിമാരിൽ എല്ലാവരെയും ഒപ്പം നിർത്തുക എന്നുള്ള ഒരു രീതി VD സതീശൻ സ്വാഭാവികമായും പിന്തുടരേണ്ടതാണ്. കാരണം ഈ പോസ്റ്റിൽ ഇരിക്കണമല്ലോ, സുഗമമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. പക്ഷേ അദ്ദേഹം അതല്ല ശ്രമിക്കുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒപ്പം നിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എൻ്റെ ഒക്കത്ത് കയറി നിൽക്കാൻ ശ്രമിക്കരുത്, അതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം നിന്നോ, ഒക്കത്ത് കയറി നിന്നാൽ പറ്റൂല. അതാണിപ്പം ഓരോ വകുപ്പിലും പറ്റിയ IAS ഉദ്യോഗസ്ഥരൊക്കെ നിശ്ചയിക്കുന്നത്. എൻ്റെ പോർട്ട്ഫോളിയോ ആണ്, ഞാനത് ചെയ്തു. കാരണം ഇവിടെ പക്ഷപാതപരമായിട്ട് പെരുമാറുകയില്ല എന്ന് ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തില്ലേ. ആ സത്യപ്രതിജ്ഞയുടെ വാചകം കറക്റ്റ് ആണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതെന്താ അയാൾ ഈ മന്ത്രിസഭയിൽ കുഴപ്പക്കാരനാണെന്ന് പറയുന്നത് എന്തിനാ? എല്ലാ സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഈക്വലായിട്ട് കാണാൻ പഠിക്കുക എന്നുള്ളതാണ് VD സതീശൻ ഇതിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ടൂളായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അവരെ വെട്ടിമാറ്റി അത് പിണറായി വിജയന്റെ പേരിൽ ഇരുന്ന ഇവരെല്ലാം കുഴപ്പക്കാർ ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ ഭാവിയിൽ അവരെല്ലാം കൂടെ കുഴപ്പക്കാരായിട്ട് വരും. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്താൽ അത് ബുദ്ധിയുള്ള ഒരു പിന്നെ അഡ്മിനിസ്ട്രേറ്ററും അത് ചെയ്യില്ല. കൗമുദിയിൽ ലിയോയുടെ ഡിവിഷനിലുള്ളവരെ കഴിഞ്ഞ പിന്നെ ഹെഡിന്റെ പേരിലിരുന്ന് എല്ലാം ലിയോ വന്നിട്ടങ്ങ് മാറ്റിയ അവരെല്ലാവരും പിന്നെ ഒരു കോർണറിലിരുന്ന് കുറ്റം പറഞ്ഞ് ശത്രുവായി നമുക്ക് പാര വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കുഴപ്പം കാണിച്ചാൽ ഒക്കെയെടുക്കുക, ഡിസിപ്ലിനറി ആക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിലുണ്ട്, അത് ചെയ്യുക. ഇപ്പോൾ വിട്ട മന്ത്രിമാർക്ക് എന്തെങ്കിലും പിന്നെ സെക്രട്ടറിമാർക്കോ ഡയറക്ടർമാർക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് പറയാം, അയാൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, നീ വാ, ഞാൻ വേറെ വകുപ്പിൽ പൊക്കോ, അല്ലെങ്കിൽ വേറെ പിന്നെ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് പൊക്കോ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രി ഇത് ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. അപ്പോൾ എന്തായാലും ഇതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത്, താൻ വന്ന വഴിയിൽ തന്നെ സഹായിച്ചവർ ഒരു സൂത്രം കാണിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് താൻ തന്നെ വരണമെന്ന് ചിലർ ആഗ്രഹം പിടിച്ചല്ലോ. ആ ആഗ്രഹം പിടിച്ചവർ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ അനുകൂലമായ കൈയടി. ഇദ്ദേഹത്തിനെ മാറ്റിയാൽ ജനരോഷം ഉണ്ടാവും, ഇദ്ദേഹത്തിനെ കയറ്റിയാൽ ജനങ്ങളുടെ അനുകൂലമായ കൈയടി ഉണ്ടാവും. ഈ കൈയടി എക്കാലവും നിലനിർത്തി ഇങ്ങനെ പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതാണ് തൻ്റെ ബലം എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ബലത്തിൽ തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അത് ഇന്ന് കൊച്ചിയിൽ അദ്ദേഹം പോയപ്പോൾ നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടാൽ അറിയാം. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഈ ഖജനാവ് എന്ന് പറയുന്നത് മോശമായ ഖജനാവാണ്. എന്നിട്ട് ഞാനത് ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ്? ഇവിടെ വരുമാനം ഉണ്ടാക്കിയേ മതിയാവൂ. അതിനുള്ള വഴികൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ തുറമുഖങ്ങളെല്ലാം തുറമുഖങ്ങളുടെ ഒരു നഗരമായി കേരളത്തെ ഞാൻ മാറ്റാൻ പോവുകയാണ്. അതുപോലെ ഏവിയേഷൻ 4-5 എയർപോർട്ടുകളുണ്ട്. ഈ എയർപോർട്ടിലൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റി. ഇപ്പോൾ ദുബായ് എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? അവിടെ ഒരു ദിവസം 200-300 ഫ്ലൈറ്റ് ഒരേ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ കൊടുക്കുന്നത് ആ പ്രദേശത്തിന് വികസനത്തിന് പ്രധാനമാണ്. നമ്മൾ ഈ ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഏവിയേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സെൻറ്ററുകളാണ്. ഫാർ ഈസ്റ്റിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ പോകുന്നതിനുള്ള ഒരു വലിയ ഹബ്ബാണ്. നമ്മുടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ ഫെസിലിറ്റികൾ പലതും ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇവിടെ റീഫ്യൂവലിങ്ങിന് വരുന്ന പിന്നെ വിമാനങ്ങൾ വന്നാൽ മതി തന്നെ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ കഴിയും. നമ്മുടെ പോർട്ടുകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിഭയങ്കരമായ സാധ്യതകൾ വീണ്ടും കിടക്കുകയാണ്. കറക്റ്റ്. 10-20 പോർട്ടുകളുണ്ടെന്നേ നമ്മുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെ വരുന്നതിനിടയ്ക്ക് ഒരു 20ഓളം പ്രധാനപ്പെട്ട പോർട്ടുകളുണ്ട്. ഇതെല്ലാം പകുതി ഡെവലപ്പ് ചെയ്ത് മുക്കാൽ ഡെവലപ്പ് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തർക്ക് ലീസ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് ഉദ്ദേശിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിഴിഞ്ഞം പോർട്ട് മാത്രമല്ല, ബാക്കി പോർട്ടുകളും ഒക്കെ ഇതുപോലെ ഓരോരുത്തർക്ക് ലീസ് ഔട്ട് ചെയ്ത് ആ പണം ഖജനാവിലേക്ക് വന്നാൽ തന്നെ ഖജനാവ് നിറയും. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, കൊച്ചിയെ പ്രധാനപ്പെട്ട ഒരു സിനിമാ ഹബ്ബും ടൂറിസം ഹബ്ബും ആക്കി മാറ്റുമെന്ന്. സാധ്യത ഭയങ്കരമാണ്. സിനിമാ ഹബ്ബാക്കിയാൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സാധ്യതകളും നമുക്കിവിടെ യൂസ് ചെയ്യാം. അത് തന്നെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഹോളിവുഡും ബോളിവുഡും ഒക്കെ പോലെ തന്നെ നമുക്കും ഇവിടെ സാധ്യതകൾ ഒരുപാടുണ്ട്. പ്രകൃതി രമണീയമാണ് നമ്മുടെ സ്ഥലം. ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റ് ഇപ്പോൾ ഹോളിവുഡിൽ നിന്ന് ഇവിടെ വന്ന് പിക്ചർ എടുക്കാൻ ആളുകൾ തയ്യാറുണ്ട്. പക്ഷേ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബർ പിന്നെ ക്യാമറാമാനും മറ്റ് ആൾക്കാരും നമ്മുടെ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ TV ടീമുകളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊക്കെ ഈ ഇവിടെ വന്ന് പലതും ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള അവർക്കെല്ലാം ഒരു ഫ്ലൈറ്റിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. ഇവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, സ്റ്റുഡിയോ വേണം, സൗകര്യം വേണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വികസനം സാധിക്കും. അത് അദ്ദേഹത്തിന് ആരോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം അറിഞ്ഞിട്ടില്ലെങ്കിൽ ആരോ അദ്ദേഹത്തിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാനുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പം ഖജനാവ് ഭേദമാക്കുക, എന്നിട്ട് അതിന് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക, സ്റ്റാർട്ടപ്പുകൾ പോലുള്ള പദ്ധതികൾ പലയിടത്തും തുടങ്ങുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണെന്ന് തോന്നി എനിക്ക്. ഇപ്പം തന്നെ നല്ലൊരു ഫിനാൻസ് അഡ്വൈസർ ടീമിനെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ തൽക്കാലം ധവളപത്രത്തിന് മാത്രമല്ല. KM ചന്ദ്രശേഖർ എന്ന് പറയുന്നത് മറ്റൊരു മേനോനാണ്. അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിൽ മൻമോഹൻ സിംഗിൻ്റെ പീരീഡിലും അത് കഴിഞ്ഞ് അതിനു മുമ്പ് അദ്വാനിയുടെ ടീമിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. വാജ്പേയി അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. വാജ്പേയിയാണ് ആദ്യം അദ്ദേഹത്തിന് ക്യാബിനറ്റ് സെക്രട്ടറി എന്നുള്ളതിൽ ഒരു തവണ എക്സ്റ്റൻഷൻ കൊടുത്തത്. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് എക്സ്റ്റൻഷൻ കൊടുക്കുകയുണ്ടായി. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. ഇത്രയും എഫിഷ്യൻസി ഉള്ളൊരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ സൗമ്യനാണ്, ആരോടും എതിർത്തൊരു കാര്യം പറയില്ല. പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തി മുഖ്യമന്ത്രിക്ക് കറക്റ്റ് അഡ്വൈസ് കൊടുക്കുകയും ചെയ്യാൻ പറ്റിയ ഒരാളെയാണ് അദ്ദേഹം ഇപ്പം ഈ ധവളപത്രം തയ്യാറാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ടീമിലുള്ള മൊത്തം നാരായണ ഉൾപ്പെടെയുള്ളവരെല്ലാം, ജ്യോതിലാൽ ഒക്കെ, ആ ടീമിലുള്ളവരെല്ലാം ഇത്തരത്തിൽ വളരെ ഭംഗിയായി ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യാം. അവർക്കൊക്കെ ഒരുപാട് അഡ്വൈസുകൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ കഴിയും. ഈ ക്യാബിനറ്റ് ഈ ഫിനാൻസ് ബെറ്ററാക്കുന്നതിന്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന്, കേരളത്തിൻ്റെ ഖജനാവ് ബെറ്ററാക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. എന്തായാലും അദ്ദേഹത്തിന് ജനപിന്തുണ ഏറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കുതിച്ചു വരികയാണ്. അതെ, നേരത്തെ തന്നെ ആ ജനപിന്തുണയാണ് അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അത് ചിലരുപയോഗിച്ച ആയുധമാണ്. പക്ഷെ ആ ആയുധം അദ്ദേഹം ഇപ്പോൾ കയ്യിലെടുത്തു. ഇനി 5 വർഷവും ഈ ആയുധം വെച്ചായിരിക്കും ഞാൻ കളിക്കുന്നത് എന്നുള്ള അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. ഈ ആയുധം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാണ്, VD സതീശൻ എന്നുള്ളത് VS ഇൻ ദ മേക്കിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഇടയ്ക്കൊരു ഡി ഉണ്ടെന്നേ ഉള്ളൂ, VDS ആണ്. മറ്റത് VS, ഇത് VDS. കാരണം ഈ ജനപിന്തുണയാണ് VSന് പലപ്പോഴും തുണയായിട്ടുള്ളത്. പാർട്ടി
അദ്ദേഹത്തിൻ്റെ ചിറകരിഞ്ഞപ്പോഴൊക്കെ തന്നെ ജനങ്ങളാണ് ചിറകായത്. ചെറുതായത് ആ ഒരു ചിറകിൽ അദ്ദേഹം പറന്നുയരുകയാണ് ചെയ്തത്. കാരണം ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എല്ലാം ഒരുപോലെ രംഗത്തിറങ്ങി. വി.ഡി. സതീശൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇതെല്ലാം ഒബ്സർവ് ചെയ്യും. ഉം. ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ എന്ത് ചെയ്തു, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്തത്. ഇപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എങ്ങനെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എങ്ങനെ നിലനിൽക്കുന്നു, അതിൻ്റെയൊക്കെ രീതികൾ, ഗുഡ് എലിമെൻറ്റ്സ് എല്ലാം അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ധനവികസനത്തിനായിട്ട് ചെയ്ത മാർഗങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉം. ഉം. കാരണം ഇവിടുത്തെ റിസോഴ്സസ് ഉള്ളതിനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ടൂറിസത്തിൽ അദ്ദേഹം തൊട്ടു, സിനിമയിൽ തൊട്ടു, പോർട്ടിൽ തൊട്ടു, എയർപോർട്ടുകളിൽ തൊട്ടു. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കേരളത്തിൻ്റെ ഖജനാവ് ബെറ്റർ ആക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഉം. ഉം. അതെ, കറക്റ്റ്. കാരണം ഈ പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കണക്ടിവിറ്റി കൃത്യമായി തന്നെ പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ വരുമാനം അതിലൂടെ ലഭിക്കും. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ സ്റ്റോറേജ് സംവിധാനവും വേണം. അതായത് സ്റ്റോറേജ് സംവിധാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന കണ്ടെയ്നറുകൾ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണം. അതുപോലെ തന്നെ ഗ്യാരേജുകൾ. ഗ്യാരേജ്, അതുപോലെ തന്നെ ഈ ചരക്കുകളുടെ നീക്കത്തിന്, ഉം. അതിനിപ്പം ഈ റോഡിൽ കൂടെ, ഇനി റോഡെല്ലാം ഡെവലപ്പ് ചെയ്ത് റോഡിൽ കൂടെ ഈ പിന്നെ കാർഗോ എല്ലാം കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. അതിനാണ് അദ്ദേഹം 180 കിലോമീറ്റർ സ്പീഡുള്ള ഹൈ സ്പീഡ് റെയിലിന് ശ്രീധരനുമായിട്ടൊരു പിന്നെ തീരുമാനം എടുത്തു വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ 2016 മുതൽ ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ഇതൊരു നല്ല പദ്ധതിയാണ് ഇത് നടപ്പിലാക്കാൻ. അത് ഈ ശ്രീധരൻ്റെ കൂടെ പോയാൽ കമ്മീഷൻ അടിക്കാൻ നോക്കില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെ വെട്ടിയിട്ട് പിന്നെ കേരയിൽ കൊണ്ടുവന്നു. കേരളയിലോട്ട് എല്ലാവരുടെയും നെഞ്ചത്തൂടെ കുറ്റിയടിക്കുന്ന കേരയിൽ കൊണ്ടുവന്നു. ആ കുറ്റി ഊരിയാണ് ഇപ്പോൾ വീണ്ടും ഈ ശ്രീധരനെ വിളിച്ച് വി.ഡി. സതീശൻ സന്ധി ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രശ്നങ്ങളും അല്ല പ്രശ്നം. കേരളത്തിന് ആര് ഗുണം ചെയ്യുമോ അവരുമായിട്ട് ഞാൻ സന്ധി ചേരുന്നതാണ്. അതാണ് രത്തൻ കേൽക്കറെ വിളിച്ച് തൻ്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കൈ കിട്ടിയാൽ വകുപ്പ് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്. ഇവിടെ SIRൻ്റെ പ്രശ്നം ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ? നമ്മുടെ ഇവിടെ എത്ര ലക്ഷം പേരെയാണ് പുറത്താക്കിയത്? അതിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് അദ്ദേഹം ചെയ്തില്ലേ? പറഞ്ഞ സമയത്തിന് 2-3 പ്രാവശ്യം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ച് അദ്ദേഹം കാര്യം പറഞ്ഞത് ഇതൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്, ഇന്നതൊക്കെയാണ്, മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനിപ്പോൾ അവരെ ആഡ് ചെയ്യാം. ഒരൊറ്റ മനുഷ്യനെ ആഡ് ചെയ്യാൻ കൊടുക്കാനില്ലായിരുന്നു. ഈസ് എൻ എഫിഷ്യൻറ്റ് ഓഫീസർ. അതെ, ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാൻ ഒരുത്തർക്കും കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഇവിടെ പിച്ച് ചീന്തിയനില്ലേ? അതെ, എന്തെങ്കിലും ഡീൽ കളിക്കാനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ SIRൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇവിടെ പോസ്റ്റായിട്ട് ഒട്ടിച്ചാണ്. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്ന്, മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് മുഖ്യമന്ത്രി അല്ലാതെ മറ്റൊരു പദവിയും താൻ ഏറ്റെടുക്കില്ല എന്നുള്ളത്. ക്യാബിനറ്റിലേക്കില്ല, അങ്ങനെയല്ല, ആ ഒരു അത്തരത്തിലൊരു തീരുമാനം വന്നാൽ താൻ ക്യാബിനറ്റിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു തീരുമാനം, അത്തരത്തിലുള്ളൊരു ബോൾഡ് തീരുമാനത്തെ പാർട്ടിയിലെ ഉന്നത വൃത്തങ്ങൾ ഭയപ്പെടുന്നു എന്ന് വേണം. കാരണം ഒരു വേള അദ്ദേഹത്തെ അമിതമായി നിയന്ത്രിക്കുകയും അദ്ദേഹത്തെ ഭരണം നിർവഹിക്കാൻ അനുവദിക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജിവെച്ച് പോയാൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ജനങ്ങൾ ഒന്നാകെ കൊണ്ടിളകും, അല്ലേ? അത് അദ്ദേഹത്തിന് ഞാൻ ആരാണെന്നറിയാം. അദ്ദേഹം ആദ്യത്തെ പ്രസ് മീറ്റിംഗ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ സർക്കാരിൻ്റെ പീരീഡ്, അറിയാതെയോ അറിഞ്ഞോ അദ്ദേഹം കാണിച്ച ആ ജസ്റ്റർ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പീരീഡിൽ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഈ സർക്കാർ അത് ഏറ്റെടുത്ത് ചെയ്യും. അദ്ദേഹത്തിന് അറിയാം ഇത് വി.ഡി. സതീശൻ സർക്കാരാണ്. കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ സർക്കാരായിരുന്നു, അതിന് മുമ്പത്തേത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. കാരണം ഇത് അവരുടെ ലേബലിലാണ് ഈ സർക്കാർ പോകുന്നത്, അവരാണ് ഇതിനെ തുഴയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആരെ വേണോ എപ്പോൾ വേണോ തോണ്ടിക്കളയാം, ആരെ വേണോ എപ്പോൾ വേണോ കൂട്ടിച്ചേർക്കാം. ഈ 20 പേരുകൾ അദ്ദേഹം കൊടുത്തുകൊണ്ടാണ് ഇവർ കയറിയിരിക്കുന്നത്. അദ്ദേഹം കൊടുത്തില്ലെങ്കിൽ വേറെ 20 പേര് വരും. അത് ഗവർണർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ, മാറ്റാനും അതേ ഉള്ളൂ. അപ്പം അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് വി.ഡി. സതീശൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അദ്ദേഹം ശക്തമായ ചില തീരുമാനങ്ങൾ എടുത്താണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങളാണ് എൻ്റെ മുന്നിലെ പ്രശ്നം, ജനങ്ങൾക്ക് ഹിതമായത് ചെയ്യുകയാണ് എൻ്റെ മുന്നിലെ പ്രശ്നം, അതിനാണ് നമ്മൾ 20 പേര് ഇരിക്കുന്നത് എന്ന് ഓർക്കണം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. വേറെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു വരണ്ട എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഈ വകുപ്പുകളുടെ എല്ലാം തന്നെ മേധാവിമാർ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രിമാരുമായൊക്കെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
പക്ഷേ മുതിർന്ന നേതാക്കൾ അവരുടേതായ നിലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുമോ? വി ഡി സതീശനേക്കാൾ മുതിർന്ന നേതാക്കളുണ്ട്, നമുക്കറിയാം. രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മന്ത്രിമാർ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ടോ? ഇത് കാലാകാലങ്ങളെ, അതായത് 1957 മുതൽ ഇവിടെ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയാണുള്ളത്. ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഈ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ മുഖ്യമന്ത്രിമാർ കേരള സർക്കാരിനെ നാശമാക്കി വെച്ചിരിക്കുകയാണ്. ദൗർബല്യങ്ങളുടെ ഒരു സർക്കാരാക്കി നമ്മുടെ കേരള സർക്കാരിനെ മാറ്റിയത് ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന മുഖ്യമന്ത്രിമാരാണ്. വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടുള്ളൂ, അത് സി അച്യുതമേനോനാണ്. അദ്ദേഹം ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കട്ടുകിട വിട്ടുകൊടുക്കില്ലായിരുന്നു. എപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ കരുണാകരൻ്റെ ആ പ്രവർത്തനത്തെ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ മിടുക്കുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടേ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയാമോ? പ്ലീസ് കൺട്രോൾ യുവർ ഹോം മിനിസ്റ്റർ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പ്ലീസ് കീപ് ഹിം അണ്ടർ കൺട്രോൾ എന്നാണ് പറഞ്ഞത്. അത് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായ മെസ്സേജ്. ഉടൻ തന്നെ കെ കരുണാകരനെ വിളിച്ച് മാഡം പറഞ്ഞു, ഈ പരിപാടി പറ്റില്ല, അദ്ദേഹവുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകണം. ആ മെസ്സേജ് കറക്റ്റായിരുന്നു. അത് സി അച്യുതമേനോന് മാത്രമേ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഡയസ്ട്രോണിൻ്റെ കാര്യം. അതെ, വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ആളുകൾക്കും ഒരു പ്രശ്നമില്ല. പത്രക്കാരോട് ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ സ്നേഹമായിരുന്നു. പക്ഷേ കർശനമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വന്നപ്പം പത്രക്കാരോട് മുഖം നോക്കാതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ പോയ ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടത് സി അച്യുതമേനോൻ. ഞാൻ കണ്ടില്ല, ഞാൻ അടുത്ത് നിന്ന് അറിഞ്ഞത്. അടുത്ത് ഞാൻ കണ്ടതല്ല, അറിഞ്ഞിടത്തോളം അദ്ദേഹമാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ട ഒരു പ്രധാന മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം എനിക്ക് തോന്നിയത് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ആ ഒരു സൂചനയാണ് നൽകുന്നത്. അത് വ്യക്തമായിട്ട് ആ സൂചനയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി ഒരു കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. കൃത്യമായ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അവസാനം ആ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പാകത്തിന് എത്തുകയും അതിലേക്ക് ഇരിക്കുകയും ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ അദ്ദേഹം കൊച്ചിയിൽ പോയിട്ടൊരു സന്ദേശം പറഞ്ഞു ആളുകളോട്, പബ്ലിക്കിനോട് പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ കേരള സർക്കാരിൻ്റെ അപാകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിപക്ഷമാണ്. അപ്പം ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തിരുന്നത് പഠിക്കുകയായിരുന്നു. ഇതിൽ എന്തൊക്കെ തെറ്റുണ്ട്, എവിടെയാണ് ഈ മുഖ്യമന്ത്രി വീണു പോകുന്നത്, എവിടെയാണ് ഇതിലെ മറ്റു മന്ത്രിമാർ വീണു പോകുന്നത്, എവിടെയാണ് ഈ ഖജനാവ് പൂട്ടി പോകുന്നത്, ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 5 വർഷം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണെങ്കിൽ, 5 വർഷം അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്, പരിഹാരം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അത് പ്രവർത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, കോംപ്രമൈസിന് താൻ തയ്യാറല്ല എന്ന് മുന്നണിക്കകത്തും പുറത്തും വ്യക്തമായ സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം, അതെ, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പ്രതിഷേധക്കാരെ വളരെ മോശമായി, വളരെ മൃഗീയമായി മർദ്ദിച്ച് അവശരാക്കിയ ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ നടപടി വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. കാരണം ADGP അജിത് കുമാർ അതിൻ്റെ കേസ് ഡയറി തിരുത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത്. SP കൊടുത്ത റിപ്പോർട്ട് തിരുത്തി, അതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തെളിവുണ്ടായിട്ട് പോലും, ദൃശ്യങ്ങളുടെ സംസാരിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതിനെ സപ്രസ് ചെയ്ത് തിരുത്തിയത്. അപ്പോൾ അത് പ്രതിപക്ഷത്തിനും കൃത്യമായ മെസ്സേജാണ് വി ഡി സതീശൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? പ്രതിപക്ഷത്തിന് അതിനേക്കാൾ വലിയൊരു മെസ്സേജ് ഇന്ന് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ റോഷി അഗസ്റ്റിനെ ഒരു വിജിലൻസ് കേസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കിയിലെ ഒരു ടൂറിസം പ്രോജക്റ്റുമായി സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ ചെയ്ത പ്രവൃത്തികളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം കാര്യങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. തെറ്റ് എവിടെ കണ്ടാലും അവിടെ അന്വേഷണത്തിന് ഉത്തരവിടും. അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താണോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും എന്നുള്ളത് വി ഡി സതീശൻ പ്രതിപക്ഷത്തിന് മൊത്തം ഒരു സൂചന നൽകിയിരിക്കുകയാണ്.
ഇത് കണ്ടിട്ട് ഇ.പി. ജയരാജനും പറയുകയും ചെയ്തു, ഞങ്ങളെ ഇങ്ങനെ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടല്ലോ, അപ്പോൾ വേറെ എവിടെയോ പേടിച്ചിരിക്കുന്നു. ഈ ഓന്തിനെ എറിഞ്ഞപ്പം പെരിച്ചാഴി ചാടുന്നെന്ന് പറഞ്ഞ പോലെയാണ്. എനിക്കൊന്ന് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ അവരുടെ ആ ഉള്ളിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോഴും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഒട്ടേറെ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ശരിയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റണം. നേരത്തെ പ്രതിപക്ഷ നേതാവ് ആക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റണം, നീക്കണം എന്നുള്ള ആവശ്യം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ധർമ്മടത്ത് അദ്ദേഹം രാജിവെച്ചിട്ട് കെ ശൈലജ ടീച്ചറെ ജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണം എന്നാണ് ഇപ്പോഴത്തെ സഖാക്കളുടെ മുദ്രാവാക്യം. ഒരു മുതിർന്ന നേതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, അത് ചെയ്തില്ലെങ്കിൽ പാർട്ടി ചിലപ്പം ശിഥിലമായി പോകും, പാർട്ടി ചിലപ്പോൾ 2 or 3 ആയി കീറിപ്പോവും, കാരണം എല്ലാ സഖാക്കളും ഇത് പ്രതിഷേധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് നിസ്സാരമായൊരു സൂചനയല്ല. കറക്റ്റ്. പ്രതിപക്ഷത്തിന് ശക്തമായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതെ. കുനിന്മേൽ കുരുവായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് എങ്ങനെ ഈ മന്ത്രിസഭയെയും മുഖ്യമന്ത്രിയെയൊക്കെ വിമർശിക്കാൻ കഴിയുമെന്നുള്ളതും പലരും ചോദിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ആന്തരികമായിട്ട് അവരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ശക്തനായ ഒരു മുഖ്യമന്ത്രി ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഇതിൽ ഘടകകക്ഷികൾക്ക് പോലും ചില സൂചനകൾ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ടീമാണ്, അദ്ദേഹം ഇന്നും പറഞ്ഞു, ടീം ബിൽഡിംഗ് ആണ് പ്രധാനം. ഇതും എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ മറ്റൊരു പതിപ്പാണ്. അദ്ദേഹം ടീം ബിൽഡിങ്ങിലാണ് വിശ്വസിച്ചിരുന്നത്. 1 or 2 പേര് വിശ്വസ്തരായിട്ടുള്ളവരെ കൂടെ നിർത്തുക, ബാക്കിയുള്ളവരെ അതിന് കീഴിൽ നിർത്തുക, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി. അദ്ദേഹം എല്ലായിടത്തെയും പ്ലസ്സുകൾ എടുക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അത് നമ്മുടെ ഇന്നത്തെ ഈ കുറഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഓക്കെ. അപ്പോൾ കതറിട്ട പിണറായി എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി മോദിയുടെ പാത അല്ലെങ്കിൽ ശൈലിയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നാണ് ഇപ്പോൾ പലരും വിശേഷിപ്പിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യപ്രതിജ്ഞ വാചകമുണ്ടല്ലോ, വടശ്ശേരി ദാമോദര മേനോൻ സതീശ മേനോൻ, അതാണ് അദ്ദേഹം കാണിക്കുന്നത്. ഈ മേനോൻ ഞാൻ ഇട്ടതാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ സതീശൻ മേനോൻ എന്നും കൂടെ ഇട്ടതാണ്. അതായത് ഞാൻ എൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ്. ഈ KPS മേനോൻ ഒക്കെ ഉണ്ടല്ലോ, KPS മേനോൻ ജൂനിയർ സീനിയർ എന്നൊക്കെ പറയുന്ന എല്ലാവരുണ്ട്. അതുപോലെ പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഈ ഒരു ബ്രാൻഡിൽ പെട്ട ആളാണ് ഞാനെന്ന് പറയാതെ പറയുന്ന ഒരു ശൈലിയും കൂടെ അതിനകത്തുണ്ട്. ഈ ഇംഗ്ലീഷിൽ ഐ ആം മേനോൺ എന്ന് പറയുമ്പോൾ മാൻ ഓൺ എന്ന് ഒരർത്ഥം കൂടെ ഉണ്ട്. എൻ്റെ തലയിൽ കയറി ഇരിക്കണമെങ്കിൽ എനിക്ക് പറ്റും. ഓക്കെ. ആ മാനോൺ കൂടെ അതിനകത്തുണ്ട്. അത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ ആവശ്യമായിടത്ത് ഒരു മാനോൺ ആവാനും അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ കുറഞ്ഞ സമയത്തിനിടെ നടത്തിയ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ശക്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമാണ്. അതേസമയം ജനങ്ങളോട് ഹൃദ്യമായി പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി, ചെറുപ്പക്കാരോട് പൂക്കി ആയി ചിരിച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി, വൃദ്ധരോടും മറ്റ് പലരോടും വളരെ കരുതലോടും സ്നേഹത്തോടും പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി, എന്നാൽ പ്രതിയോഗികളോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ കഠിനമായി പറയുന്ന ഒരു മാനോൺ, അതാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ കൈയടി അദ്ദേഹത്തിന് കിട്ടും. ജനങ്ങളുടെ കൈയടി കിട്ടിക്കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല, സംശയം വേണ്ട. എന്തായാലും ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് പോവുകയാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആര് എതിർത്താലും താൻ തൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് നീതിയുടെ വഴിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള ചുവടുവയ്പ്പുകൾ നടത്തുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നും ഉള്ള അസ്വാരസ്യങ്ങൾ ഉയരുമെന്നും അദ്ദേഹത്തിന് വ്യക്തമായും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിക്കാൻ തീരുമാനിച്ചുറച്ച് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിനും അദ്ദേഹം ഒരു വ്യക്തമായ സന്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത നീതികേടിന് കണക്ക് പറയേണ്ടി വരും എന്ന്. അത് കണക്ക് പറയിക്കാനുള്ള നടപടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരോപണമായി മാത്രമല്ല നടപടിയായി ഇപ്പോഴേ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാത്തിരുന്ന് കാണാം നമുക്ക്. ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.